ഗൈസ്, നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് തരാം. എന്താണ് കെറ്റിലിൽ ഫുഡ് വെക്കുന്നത് കാണിച്ചിട്ട് ഞാൻ റൂമുണ്ടായിരുന്നു. ബിസിനസ്സെല്ലാം തുടങ്ങിയ സമയത്ത് റൂമുണ്ടായിരുന്നു, പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. അന്നേരം ഫുഡ് കഴിക്കണ്ടേ? ഇവിടുത്തെ ഗൾഫിലെ ഫുഡ്, ഹോട്ടലിലെ ഫുഡ് മേടിച്ച് കഴിച്ചാൽ നടക്കാത്ത കാര്യം. അന്നേരം എൻ്റെ അടുത്ത് കെറ്റിലുണ്ട്. ഇങ്ങനത്തെ 2 കെറ്റിലുണ്ട് കേട്ടോ. ഒന്ന് വെള്ളം ചൂടാക്കുന്ന കെറ്റിലാണേ. അതിൽ ഞാൻ വെള്ളം മാത്രമേ ചൂടാക്കും. ചായ, കോഫി ഇങ്ങനത്തെ ഐറ്റം ഉണ്ടാക്കും. ഇതിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കും കേട്ടോ. ഫുഡ് എന്ന് വെച്ചാൽ മീൻസ് നൂഡിൽസ്, പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്യും, പിന്നെ ബനാന ബോയിൽ ചെയ്യും, പിന്നെ ചോറ്, ചെറുപയർ എല്ലാം ഉണ്ടാക്കും കേട്ടോ. നമുക്കെന്തും ഉണ്ടാക്കാം. ഞാൻ കാണിച്ചാട്ടെ. ഞാനിത് ബോയിൽ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ചെറുപയറും കഞ്ഞിയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ചെറുപയറും കഞ്ഞിയും. ഇത് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചതാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരു 2 പൊന്നി റൈസാണ് ഞാൻ എടുക്കുക. പൊന്നി റൈസാണ് ഞാൻ കഴിക്കുന്നത്. അത് വേഗം ബോയിലാവും. അതൊരു 1 പ്രാവശ്യം തിളച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ മൂടി വെക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് അന്നേരം അതിൻ്റെ ചൂടെല്ലാം പോവും. അന്നേരം അതൊന്നും കൂടി ഓപ്പണാക്കി ചൂടെല്ലാം പോയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്നും കൂടി മൂടി പ്രസ് ചെയ്തിട്ട് നമ്മളെന്താണ് എടുക്കുക, അത് ഒന്നും കൂടി ഇട്ട് കഴിയുമ്പോൾ അത് എന്ന് പറഞ്ഞേ ബോയിലെല്ലാം തിളക്കും. പിന്നെ ഒന്നും കൂടി ചൂടാകുമ്പോൾ അതന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ഓഫ് ആയിക്കോളും. അങ്ങനെ വെച്ചിട്ട് അത് നമ്മൾ മൂടി എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ തന്നെ വെക്കുക കേട്ടോ. ഇത് ഓപ്പൺ ആക്കാണ്ട് ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ വെന്തോളും. ഈ ചെറുപയർ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. നൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചാലാണ് നല്ലോണം വെന്ത് കിട്ടും. നല്ലോണം വെന്ത് കിട്ടി കേട്ടോ. ചെറുപയറും റൈസും നല്ലോണം വെന്തിക്ക്. ഞാൻ ആദ്യം ചെറുപയർ വേവിച്ച് എന്നിട്ട് അതിൽ ഞാൻ അരിയിട്ട് 2 പ്രാവശ്യം തിളപ്പിച്ച് മൂടി വെച്ചേരാം. അത് നല്ലോണം വെന്ത് നല്ലോണം വെന്തിക്ക്. ചെറുപയർ ഇതെല്ലാം വെന്ത് കഴിഞ്ഞ് നല്ലോണം വെന്തിക്ക്. നല്ലോണം വെന്തിക്ക് കേട്ടോ. സൂപ്പറായി വെന്തിട്ട് ചെറുപയർ ഞാൻ ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ചെറുപയർ പുഴുങ്ങിയത്. എടുത്ത് മാറ്റി വെച്ചതാണ് ഞാനിങ്ങനെ തിന്നു. വാവ്, സൂപ്പറാ. അങ്ങനെ ഉണ്ടാക്കി നോക്കട്ടാ. ഈ ഹോസ്റ്റലിലെല്ലാം താമസിക്കുന്ന ആൾക്കാർ, പിന്നെ നമ്മളെപ്പോലത്തെ പാവം പ്രവാസികളെല്ലാം ഉണ്ടാവുമല്ലോ. ആദ്യം എനിക്ക് റൂമും പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് കൊടുത്ത്, അതൊരു ചേച്ചീൻ്റെ അടുത്ത പാത്രങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഞാൻ ഷോപ്പിൻ്റെ അക്കോമഡേഷനിലാണ്. ഇവിടെ അങ്ങനെ ആരും കുക്കൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും ഫുഡ് മേടിച്ച് കഴിക്കുന്നു. എനിക്ക് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്ന ഫുഡിനോട് വലിയ താല്പര്യമില്ല. എന്തായാലും കഞ്ഞിയും പയറായാലും ഞാൻ വെച്ച് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്നാലും ഞാൻ വെച്ച് ഇപ്പം ഗ്യാസൊന്നും മേടിക്കണ്ട, അതെല്ലാം ഉള്ളത് കൊടുത്തതാണ്. ഇനിയും മേടിച്ച് വെറുതെ പൈസ കളയണ്ട. കെറ്റിൽ വെച്ചിട്ട് മാഗി, മുട്ട, ബനാന, ഇങ്ങനെ റൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കഞ്ഞിയും പയറും ഇതെല്ലാം ഉണ്ടാക്കി. ഇങ്ങനെ ഫുഡൊന്നും കഴിക്കത്തില്ല കേട്ടോ. തടി കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട വലുതായിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്നൊന്നും. അങ്ങനെ ആക്കി വെച്ച്. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാഗി വെച്ചോ, മാഗി ഉണ്ടാക്കിക്കോ, റൈസ് ചെറുപയർ ഉണ്ടാക്കിക്കോ. പിന്നെ മീൻ കറിയെല്ലാം ഉണ്ടാക്കട്ടോ. ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക് മീൻ കറിയെല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷേങ്കിൽ നമ്മൾ ഗ്യാസും വന്ന് അടുപ്പത്തൊന്നും വെക്കുന്ന ഈ ഒരു ടേസ്റ്റൊന്നും ഉണ്ടാകത്തില്ല. വറക്കാനൊന്നും പറ്റത്തില്ല. ജസ്റ്റ് എല്ലാം ഒരുമിച്ച് ഉണ്ടാക്കി ബോയിൽ ചെയ്യാനേ പറ്റും. അങ്ങനെയുള്ള എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നല്ലതാ. എന്നാലും ഹോസ്റ്റലിൽ താമസിക്കുന്ന ആൾക്കാർ, പിന്നെ പ്രവാസികൾ, ബോയ്സുകളെല്ലാം ഉണ്ടാവില്ലേ, അവർക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവം കെറ്റിലുണ്ടാക്കിയിട്ട് കഴിച്ചു പോകും കേട്ടോ. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ഇടും എങ്ങനെയുണ്ട്, വന്നിട്ടുണ്ടോ, എന്താണല്ലോ. ഓക്കെ, ഷോപ്പ് ഓപ്പൺ ആക്കാനായി. ഓക്കെ, ഇനി ഞാൻ വീണ്ടും വരാം. ഇത് ഉച്ചക്കത്തെ ലഞ്ചാണ് കേട്ടോ. നൈറ്റ് വേറെ എന്തെങ്കിലും. നൈറ്റ് ഞാൻ അധികം മാഗിയാണ് കഴിക്കും. ഇവിടെ നല്ല ഇവിടെ നല്ല ഭയങ്കര വെയിലാണ്. വെയിൽ എന്ന് പറഞ്ഞാൽ
ഒടുക്കത്തെ വെയിലാണ്, ഭയങ്കര ചൂടാണ്, ഭയങ്കര വെയിലാണ്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ലുലു കാണാം. ലുലു കാണുന്നുണ്ട് നിങ്ങൾ? എന്താ ലുലു കാണുന്നുണ്ട് ഗൈസ്? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലുലു കാണാം. എന്താ ഭയങ്കര വെയിലാണ്, പുറത്തിറങ്ങാൻ പറ്റൂല, അത്രയ്ക്കും ചൂടാണ്. നാട്ടിൽ നല്ല മഴയാണ്, ഇവിടെ ഭയങ്കര വെയിലാണ്. വെയിലത്താണ് ഗൈസ് ഞങ്ങളെല്ലാം ഉള്ളത്. അതിങ്ങനെ വെയില. ഇവിടുന്ന് ലുലു കാണാം കേട്ടോ. ലുലു ഞങ്ങൾക്ക് ഇവിടുന്ന് ജസ്റ്റ് ഈ ബിൽഡിങ്ങിന് അപ്പുറം പോകേണ്ടി വരും. ലുലു പോവാം. അതിൻ്റെ അപ്പുറം തന്നെ നെസ്റ്റും ഉണ്ട്. ടൗൺ ഏരിയ ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ പുറത്തിറങ്ങിക്കൂടാന്നേ ഉള്ളൂ, ഭയങ്കര ചൂടായിട്ട്. പിന്നെ വീഡിയോസ് എനിക്ക് എഡിറ്റ് ചെയ്യുന്ന കൊടുക്കുന്നൊന്നും അറിയില്ല, പല സൗണ്ടുകളും ഇതിൽ വരാം. എന്നാലും സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഫോളോ ചെയ്യും, എല്ലാം ചെയ്യും. ഓക്കെ ബൈ. നല്ല വെയിൽ കേട്ടോ, നിൽക്കാൻ പറ്റത്തില്ല. പുറത്തൊന്നും ഞങ്ങളൊന്ന് രാവിലെ ഒന്നും പുറത്തൊന്നും പോകാറേ ഇല്ല. വൈകിട്ട് ഈവനിങ്ങിലൊന്നും ഇറങ്ങിയാലേ ഉള്ളൂ സാധനങ്ങൾ മേടിക്കാൻ. ഇപ്പോൾ ഒന്നും പോയിക്കൂടാ, പാവങ്ങൾ. ഭയങ്കര പുറത്തെല്ലാം എന്താ പറയുക, ജോലി എടുക്കുന്നവരുടെ അവസ്ഥ അല്ലേ, പഠിച്ചോണ്ടാകട്ടെ. ഭയങ്കര ചൂട്, മഴ പെയ്യാൻ എന്തുവാ ചെയ്യുന്നത്. നാട്ടിൽ നല്ല മഴയല്ലേ, നാട്ടിലെല്ലാം വന്ന മഴയെല്ലാം ആസ്വദിക്കാൻ പഠിച്ച തൗഫീഖിനെ ആമീൻ. എന്തായാലും ഞാൻ പറഞ്ഞത് വരെ ചെയ്ത് നോക്ക്. ഗൾഫിലുള്ള പ്രവാസികൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് കെറ്റിൽ ഫുഡ് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ആ എന്താ പറയണ്ടേ, അടിയിൽ വെക്കുന്ന വയറ് നനവില്ലാണ്ട് സൂക്ഷിക്കുക കേട്ടോ. നനവ് ഉണ്ടാവാൻ പാടില്ല, നല്ലോണം സൂക്ഷിക്കുക. ഓക്കെ ഗെയ്സ്. പിന്നെ എന്താ പറയുക, നമ്മളെ വടകര സംസാരം എങ്ങനെയാണ് കേട്ടോ, മാറ്റാനൊന്നും പറ്റത്തില്ല. എങ്ങനെയാണ് ഞാൻ സംസാരിക്കാറുള്ളത്, അതിലൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. 5-6 വർഷമായി ദുബായിക്ക്. അതാണ് നമ്മുടെ നാട്ടിലെ സംസാരം.